ലോക സൺഡേ സ്കൂൾ ദിനത്തിന്റെ എല്ലാ ഭാവുകങ്ങളും ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. തിരുവനന്തപുരം ക്രൈസ്റ്റ് ചർച്ച് സഭയുടെ സൺഡേ സ്കൂളിന്റെ ഒരു പ്രതിനിധിയായി എനിക്ക് ഇന്നിവിടെ ഈ ദേവാലയത്തിൽ വരുവാനും നിങ്ങളുമായിട്ട് വചനം സംസാരിക്കാനും തന്ന വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തിന് ആദ്യമേ നന്ദി അറിയിക്കുന്നു. 2022 നവംബർ മാസത്തിലും സൺഡേ സ്കൂളിന്റെ ഈ അന്നത്തെ വാർഷിക ദിനത്തിലും എനിക്ക് നിങ്ങളോടുകൂടി ആയിരിക്കാൻ ദൈവം സഹായിച്ചു. ഇത് ശരിക്കും തികച്ചും ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൺഡേ സ്കൂൾ പഠനത്തിന്റെ ആവശ്യകത ഓരോ വർഷം കഴിയും തോറും അത് കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഒരു നൂറ്റാണ്ടിലാണ് നമ്മൾ ഏവരും ജീവിക്കുന്നത്. വാർത്താ മാധ്യമങ്ങൾ നമ്മൾ അതെന്നും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവവചനത്തിന്റെ തീവ്രത, അനിവാര്യത അത് വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മുടെ പത്രമാധ്യമങ്ങൾ നമ്മളെ വെളിപ്പെടുത്തുന്നു. ഇപ്പൊ സൺഡേ സ്കൂളിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യമേ ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളും സൺഡേ സ്കൂൾ പഠിക്കണം എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം. അത് മാത്രമല്ല, എല്ലാ സഭയിലും സൺഡേ സ്കൂൾ നടത്തപ്പെടണം എന്നുകൂടിയുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും നിത്യേന ബൈബിൾ വായിക്കുകയും പഠിക്കുകയും അത് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരണം എന്നുള്ളതും കൂടെ നമ്മുടെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. ഈ രീതിയിൽ കുഞ്ഞുങ്ങളെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് വളർത്താൻ സാധിക്കും. കൂടാതെ കുഞ്ഞുങ്ങൾ സഭയെ സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ കരുതുന്നവരും ജീവിതത്തിൽ മൂല്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുവാനും ഇതുമൂലം സഹായിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വഹിക്കാൻ, വഴിയിൽ വെച്ച് നശിപ്പാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ എന്നുള്ള വചനം നമുക്ക് ഓരോ നിമിഷവും ഓർക്കാം. വരും വർഷങ്ങളിലും ആത്മീയ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ക്രിസ്തീയ വകുപ്പിന് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂളിന്റെ ഈ വർഷത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം സേവനത്തിനായുള്ള വിളി എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു കഴിഞ്ഞ വർഷം പല കാര്യങ്ങളിലും നമ്മൾ ഈ ചിന്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സേവനത്തിനായുള്ള വിളി എന്നതിനെ കുറിച്ച് ഏതാനും കുറച്ച് ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വാക്യം നമ്മൾ ഇന്ന് 1-ാം പാഠം വായിച്ചു കേട്ട 1 ശമൂവേൽ 3-ാം അധ്യായം 10-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്താണ്. 1 ശമൂവേൽ 3-ാം അധ്യായം 10-ന്റെ 2-ാം ഭാഗം. അതിന് ശമൂവേൽ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യം, ശമൂവേൽ ബാലന്റെ വാക്കുകൾ. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ, ഇവിടെയുള്ള സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും അറിയാം, കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഈ കഥ കേട്ട് വളർന്നതാണ്. നമുക്കൊരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. വളരെ പണ്ട് എൽക്കാനായും ഹന്നായും എന്ന് പറഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, എന്നാൽ എൽക്കാനയ്ക്ക് തന്റെ 2ാം ഭാര്യയിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ ഹന്ന എന്തുമാത്രം വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ആ എൽക്കാനയുടെ ഭാര്യ എന്തുമാത്രം ഈ ഹന്നയെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും. ഹന്ന മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു, കരഞ്ഞു. അവൾ എല്ലാ വർഷവും ദൈവാലയത്തിൽ പോയി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന്റെ ദാനമായ ശമൂവേൽ ബാലനെ ഹന്നയ്ക്കും എൽക്കാനയ്ക്കും ലഭിച്ചു. ഹന്നയ്ക്ക് ആ സമയത്ത് ദൈവത്തോടൊരു നേർച്ച ഉണ്ടായിരുന്നു. ബൈബിൾ വാചനത്തിൽ നമ്മൾ തുറന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നു ആ നേർച്ച? ഹന്ന പറഞ്ഞു, എനിക്കൊരു പുരുഷ സന്താനത്തെയാണ് ലഭിക്കുന്നതെങ്കിൽ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കുമെന്ന്. അപ്രകാരം കുഞ്ഞിന്റെ മുലകുടി മാറിയപ്പോൾ യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് കുഞ്ഞിനെ കൊണ്ടുചെന്നാക്കി. നമ്മളെല്ലാരും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു കുഞ്ഞ് മുലകുടി മാറിയ ഒരു സമയത്ത് ആ കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടാക്കുന്നു. ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു കടമ ചെയ്യാനായിട്ട് ആ അമ്മ എന്തുമാത്രം വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും.
അമ്മമാരായ നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞുങ്ങളുടെ പാല് കൂടി നിർത്തുന്ന ഒരു സമയം അമ്മയും കുഞ്ഞുമായിട്ടുള്ള ഒരു ബന്ധത്തെ വിച്ഛേദിക്കുകയാണ്. എത്ര ദിവസം രാത്രികളിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടാകും. ആ അമ്മ തന്റെ കർത്തവ്യം, ദൈവത്തോട് എന്താണ് ഉടമ്പടി ചെയ്തത്, അത് നിർവഹിച്ചു. അന്നത്തെ കാലത്ത് സാധാരണയായിട്ട് ഒരു പുരോഹിത കുടുംബത്തിൽ ജനിക്കുന്ന മക്കൾ അടുത്ത തലമുറയിൽ പുരോഹിതരായി തീരും. എന്നാൽ ലേവി പുരോഹിതന്റെ മക്കൾ അങ്ങനെയുള്ള മക്കളല്ലായിരുന്നു. അവർക്ക് ദൈവ അനുഭവം ഇല്ല എന്ന് 1 ശമൂവേൽ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഈ സമയത്താണ് ശമൂവേൽ ബാലൻ ഉണ്ടാകുന്നതും അവൻ ദൈവാലയത്തിലെ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെട്ടതും. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ശമൂവേൽ ബാലൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ശമൂവേൽ ബാലന്റെ മാതാവും ദൈവവുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മുടെ ചിന്താവിഷയത്തിന്റെ പ്രസക്തി. സേവനത്തിനായുള്ള വിളി, എ കോൾ ടു സെർവ്. സേവനം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സേവനം എന്ന് പറഞ്ഞാൽ അതിന് 2-3 അർത്ഥങ്ങളുണ്ട്. സേവനത്തിന് നമുക്ക് ശുശ്രൂഷ എന്ന് പറയാം, പരിപാലനം എന്നൊക്കെ പറയാം. സേവനം അല്ലെങ്കിൽ ശുശ്രൂഷ ഒരു ഉടമ്പടിയാണ്. ഉടമ്പടി എപ്പോഴും ഒരു 2 വേ ഉണ്ടാവും, 1 വേ അല്ല. അതായത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഉടമ്പടി. ഈ ഉടമ്പടി നമുക്ക് ഹന്നയും ദൈവവും തമ്മിൽ കാണാൻ സാധിക്കും. ഹന്ന എന്തിനാണോ പ്രാർത്ഥിച്ചത്, എന്താണോ നേർന്നത്, അത് നടത്തി. അതുപോലെ തന്നെ ദൈവം ഹന്നയിൽ നിന്ന് എന്താണോ ആവശ്യപ്പെട്ടത്, അത് ദൈവവും കൊടുത്തു. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാനും ദൈവവുമായുള്ള ബന്ധം എങ്ങനെയാണ്? എന്തെങ്കിലും ഉടമ്പടി ഉണ്ടോ? ആ ഉടമ്പടി നമുക്ക് നിറവേറ്റാൻ സാധിച്ചോ? ഹന്ന മാത്രമല്ല ഈ ഉടമ്പടിയിൽ നിന്നിരുന്നത്. നമ്മുടെ വേദപുസ്തകത്തിൽ ഉടനീളം നോക്കുകയാണെങ്കിൽ ധാരാളം പേരെ ഈ ഉടമ്പടിയിൽ ദൈവവിളിയാൽ വന്നവരുണ്ട്, അവിടെ നിന്നവരുണ്ട്, ഇതൊക്കെ കഴിഞ്ഞ് വഴിതെറ്റി പോയവരുമുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ചു പേരുടെ ഒരു ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞോളട്ടെ. നോഹ, ദൈവവിളിയാൽ നോഹ പെട്ടകം പണിത് തന്റെ മക്കളെയും പക്ഷിമൃഗാദികളെയും വലിയൊരു പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചു. അബ്രഹാമിനെ സ്വന്തം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് എത്തി. വലിയൊരു ജനതയുടെ പിതാവാക്കി, വിശ്വാസ സമൂഹത്തിന്റെ പിതാവായി മാറി. മോശ ആദ്യമേ പറഞ്ഞു, എനിക്ക് പല കുറവുകളുണ്ട്, ഞാൻ തെറ്റുകാരനാ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇസ്രായേൽ ജനതയെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ദൈവം വിളിച്ചു വേർതിരിച്ചു. ദാനിയേൽ തന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും 3 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ, ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ ധൈര്യം കാണിച്ചു. ദൈവവുമായിട്ട് വിളിയിൽ അവര് ചേർന്ന് നിന്നിരുന്നു. ജോസഫ് തന്റെ സ്വന്തം സഹോദരങ്ങളാൽ ത്യജിക്കപ്പെട്ടപ്പോഴും ആ സഹോദരങ്ങളെ രക്ഷിക്കാനായിട്ട് ദൈവം ജോസഫിനെ ഒരു സ്ഥലത്ത് ആക്കി വെച്ചു. എസ്തർ തന്റെ പിതാവിന്റെ ഗോത്രക്കാരെ രക്ഷിക്കാനായിട്ട് ദൈവം എസ്തേറിനെയും വിളിച്ചു വേർതിരിച്ചു. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ യേശുവിന്റെ ശിഷ്യന്മാര്, അപ്പോസ്തലന്മാര്, ശമര്യക്കാരത്തി സ്ത്രീ ജാതിയിൽ താഴ്ന്ന കിടയിലുള്ളവളായിരുന്നു. അവളുടെ സാക്ഷ്യം കാരണം ശമര്യയിലെ കുറെ ആൾക്കാര് യഹോവയിൽ വിശ്വസിച്ചു, യേശുവിൽ വിശ്വസിച്ചു. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നുണ്ട്, വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വഴിയില്ല അവനെന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിടുന്നു. വഴിയില്ല അവനെന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിടുന്നു. ഇത്രയും വലിയൊരു വിശ്വാസം
വിശ്വാസം നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ വായിച്ചപ്പോഴും പറയും ദൈവം നമ്മളെ സ്നേഹിക്കുക, നമ്മളെ സ്നേഹിതരായിട്ട് കണക്കാക്കിയിരിക്കുക. അപ്പൊ നമ്മൾ ഇനി വേറെ വിഷമതകളിലോട്ടൊന്നും അല്ല പോകേണ്ടത്. ഇത്രയും ദൈവവിളി ഉണ്ടായിട്ടും അതിൽ നിൽക്കാത്തവരും ധാരാളം പേരുണ്ട്. ആദമും ഹവ്വയും ദൈവം വിളിച്ചവരെ, വേർതിരിച്ചവരെ ഒരു വലിയൊരു സ്ഥാനത്താക്കിയിരുന്നു. ദൈവം വന്ന് വിളിച്ചപ്പോ അവർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പോകാൻ മടിയായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളും അങ്ങനെയല്ലേ? നമ്മൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് വിളിക്കുമ്പോഴൊക്കെ ആ വിളിയിൽ അറിയാം അവർ ചെയ്ത തെറ്റായിരുന്നു എന്ന്. പിന്നെ യോന വഴിമാറിപ്പോയി, അനുസരിക്കാതെ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി. അതിന്റെ എൻഡ് എന്തായിരുന്നു നമുക്കറിയാം. അനന്യാസും സഫീറയും, ഉപ്പുതൂണായി തീർന്ന ലോത്തിന്റെ ഭാര്യ, എന്തിനേറെ പറയുന്നു നമ്മുടെ ഇസ്കര്യോത്ത യൂദ, 3.5 വർഷക്കാലം യേശുവിന്റെ കൂടെ നടന്ന ഇസ്കര്യോത്ത യൂദ, വെറും 30 വെള്ളിക്കാശിന് തന്റെ നാഥനും കർത്താവുമായവനെ ഒറ്റിക്കൊടുത്തു. സേവനത്തിനായിട്ടുള്ള വഴിയിൽ ധാരാളം തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങളൊക്കെ ആയിരിക്കാം ഇവരെ ഇതുപോലെ മാറ്റിയത്. ദൈവവിളി കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കണം. ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കണം? ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെയും അവന്റെ ശക്തിയെയും കുറിച്ച് നമുക്ക് സംശയമുണ്ടോ? എന്തുകൊണ്ടാണ് ഈ സംശയം വരുന്നത്? വിശ്വാസം ഇല്ലാത്തത് കൊണ്ട്. നമ്മുടെ വിശ്വാസത്തെ അളക്കാൻ പറ്റിയ വലിയ അളവുകോല് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയാന്ന് പറയാൻ പറ്റും. നമ്മുടെ വെയിറ്റ് ഒക്കെ നോക്കാൻ നമുക്ക് വെയിങ് മെഷീൻ ഉണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ വിശ്വാസത്തെ അളക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടോ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ബലം എത്രയാണ്? വലിപ്പം. ഒരു കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും അസാധ്യമാകയില്ല എന്ന് കർത്താവ് പറയുന്നു. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നമ്മുടെ വിശ്വാസം എത്രയുണ്ട്? ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണമെന്ന് യാക്കോബ് ലേഖകൻ പറയുന്നു. ഹന്ന എല്ലാ വർഷവും ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. അത് തുടർന്നുകൊണ്ടേയിരുന്നു. 1 വർഷം 2 വർഷം കഴിയുമ്പോൾ അവളെ നിർത്തിയില്ല. അത് തുടർന്നുകൊണ്ടേയിരുന്നു, സംശയിക്കാതെ, കുഞ്ഞിന് ലഭിക്കുന്നത് വരെയും എന്ന് നമ്മുടെ ബൈബിളിൽ പറയുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന്. വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന്. നമ്മുടെ വിശ്വാസം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അത് ചെയ്യപ്പെടണം. ആ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടണം. കുഞ്ഞുങ്ങൾ വഴിമാറി പോകുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച്, എവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം? എത്രത്തോളം ഉണ്ട് എന്റെ വിശ്വാസം? ആ വിശ്വാസം പോലെ തന്നെയുള്ളതാണ് മുൻഗണന. നമ്മൾ എന്തിനാണ് മുൻഗണന നൽകുന്നത്? പ്രയോറിറ്റി. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്തിനൊക്കെയാണ് നമ്മൾ മുൻഗണന നൽകുന്നത്? ഒരു സൺഡേ സർവീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് സൺഡേ സ്കൂൾ ഉണ്ടെങ്കിൽ അതിനെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിന് വിടുമോ? അതോ അവന്റെ ട്യൂഷൻ കാര്യങ്ങൾക്കും അല്ല അടുത്ത എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും വേണ്ടി കുഞ്ഞിനെ വിടുമോ? അവൻ ആകെ ഒരു ദിവസം കിട്ടുന്നേ. നമുക്കെല്ലാവർക്കും, ഞാനൊരു ടീച്ചറാണ്, എനിക്കും അറിയാം, 6 ഡേയ്സും വർക്കിംഗ് ഡേ. അത് കഴിഞ്ഞ് ഒരു സൺഡേ കിട്ടുന്നതാണ് നമുക്ക് ആകെ കിട്ടുന്ന ഒരു ദിവസം എന്ന് പറയുന്നത്. ആ ദിവസത്തിൽ ഹാഫ് ഡേ നമ്മുടെ സൺഡേ സ്കൂളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകും. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കാൻ, അവന് ട്യൂഷനൊന്നും ഇല്ല, പക്ഷെ ഫ്രൈഡേ വരുമ്പോ ഫയർ, അത് കഴിഞ്ഞ് സാറ്റർഡേ ക്രിസ്മസ് കരോൾ, സൺഡേ സ്കൂൾ പള്ളി സർവീസ്, സൺഡേ സ്കൂള്, അത് കഴിഞ്ഞ് കൺഫർമേഷൻ ക്ലാസ്. വളരെ ടൈറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ കൊണ്ടുവരണം, നമ്മുടെ ഡ്യൂട്ടി അതാ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് മുൻഗണനയാണ് നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ? സ്വയം ചോദിക്കേണ്ട ഒന്നാണ്. ഏത് കാര്യത്തിനാണ് നമ്മൾ മുൻഗണന നൽകുന്നത്? സ്വത്ത് വർദ്ധിപ്പിക്കാനോ? ലൗകികമായ മറ്റ് താല്പര്യങ്ങൾക്കാണോ? മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നമുക്ക് എന്താ കിട്ടേണ്ടതെന്ന് ദൈവത്തിന് അറിയാം. ദൈവം നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളെ കണ്ട ദൈവമാണ്. വയലിലെ പുഷ്പങ്ങളെ നോക്കുവിൻ, അത് ഇന്ന് ഉണ്ടായി നാളെ വാടിപ്പോകുന്നതാ.
അതിനെ എത്ര ക്ഷേമമായിട്ടാ ദൈവം കരുതുന്നത്. അതിലൊക്കെ വലിയവരല്ലേ നമ്മൾ, ദൈവത്തിന്റെ മക്കളല്ലേ നമ്മൾ. അപ്പൊ ദൈവം നമ്മളെ കരുതത്തില്ലേ? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഹന്നയെ ആശ്വസിപ്പിക്കാനായിട്ട്, ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോൾ ഹന്നയെ ആശ്വസിപ്പിക്കാനായിട്ട് എൽക്കാന വളരെയധികം ശ്രമിച്ചിരുന്നു. വേദപുസ്തകത്തിൽ കാണാം, എൽക്കാന പറഞ്ഞു, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാളും നന്നല്ലയോ എന്ന്. പക്ഷെ അതൊന്നും ആയിരുന്നില്ല ഹന്നയുടെ മുൻഗണന. അവൾ പ്രാർത്ഥിച്ചു. ഏലി പുരോഹിതൻ നോക്കിയപ്പോൾ ഹന്ന പള്ളി മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. ഹന്ന വായ കൊണ്ട് സംസാരിച്ചില്ല, ശബ്ദം കേട്ടതേയില്ല. അവൾ ഹൃദയം കൊണ്ടാ സംസാരിച്ചത്. പകരെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നത് അറിയുന്ന ദൈവമാണ് നമ്മുടെ. ഹൃദയഭാരത്താൽ അവൾ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ വേദന എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഹൃദയഭാരത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ ലഭിച്ചത്. നമ്മുടെ ഓരോരുത്തരുടെയും മുൻഗണന എന്താണ് എന്ന് മാതാപിതാക്കളും സഭാജനങ്ങളും ചിന്തിക്കണം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിലാണോ അവനെ അഭ്യസിപ്പിക്കുന്നത്? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. എന്തുകൊണ്ടാണ് ഈ പ്രായമുള്ള, ഇത്രയും പ്രായമുള്ള എല്ലാവരും ഉണ്ട് ഈ സൺഡേ സർവീസിന് വരുന്നത്? നിങ്ങൾ പഠിച്ചതാ. നമ്മുടെ തലമുറയെ, അടുത്ത തലമുറയെ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. അത് നമ്മൾ ചെയ്തേ മതിയാകും. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയേ മതിയാകും. നമ്മുടെ മാതൃക ആരാ? നമുക്ക് വിശ്വാസവും മുൻഗണനയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാതൃക ആരാണ്? നമ്മുടെ മോഡൽ ആരാണ്? ആരെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഇന്ന് ഫോളോവേഴ്സിന്റെ ഒരു ലോകം അല്ലേ? എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് നോക്കിയാണ് കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ യുവതി യുവാക്കൾ അവരുടെ ഫ്രണ്ട് സർക്കിൾ കൂട്ടുന്നത്. നമ്മൾ ട്രെൻഡിനനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണോ? നമ്മുടെ യുവതി യുവാക്കളും കുഞ്ഞുങ്ങളും വൈബിനനുസരിച്ച് പോകുന്നവരാണോ? എങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദികൾ? ക്രിസ്തുവിന്റെ ഭാവം നമ്മളിലുണ്ടോ? വിശ്വാസത്തിലും സഹിഷ്ണുതയിലും ക്രിസ്തു പഠിപ്പിച്ചതുപോലെ മാതൃകയുള്ളവരാണോ നമ്മൾ ഓരോരുത്തരും? മാതൃകയുള്ള മാതാപിതാക്കളാണോ? മാതൃകയുള്ള സഭാജനങ്ങളാണോ? നമ്മള് സഭയിലൊക്കെ വരുമ്പോ ഇപ്പോഴത്തെ പിള്ളേരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ കാണിക്കുന്നതൊക്കെ വെളി പറയാൻ കൊള്ളാത്തതാന്നൊക്കെ പറയും. അപ്പൊ യങ് ജനറേഷൻ പള്ളിയിലോട്ട് വരാനേ താല്പര്യം കാണിക്കുന്നില്ല. അത് ആരെ ഉത്തരവാദികൾ? പള്ളിക്കകത്ത് ബഹളവും വഴക്കും. ഇവിടെ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ഇവിടുത്തെ കാര്യമല്ല, ഞാൻ പലത് കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ശമൂവേൽ ബാലന്റെ മുലകുടി മാറിയപ്പോൾ തന്നെ ദൈവാലയത്തിൽ കൊണ്ടു ചെന്നാക്കി. അവൻ അവിടുത്തെ ശുശ്രൂഷകളെല്ലാം ചെയ്ത് ഏലി പുരോഹിതന് ഒരു സഹായിയായി മാറി. ഈ കുഞ്ഞു പ്രായത്തിൽ ഇത് എങ്ങനെ സാധിച്ചു? അതിന് കാരണം ഒരുപക്ഷെ അവന്റെ മാതാപിതാക്കളായിരിക്കാം, ഒരുപക്ഷെ അവന്റെ അമ്മയായിരിക്കാം. ശമൂവേൽ ബാലനെ അവന്റെ അമ്മയ്ക്ക് കിട്ടിയ സമയം അത്രയും കുറച്ചു കാലമേ കിട്ടിയുള്ളൂ. അവന്റെ ആ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ ആ കിട്ടിയ കാലത്തിൽ വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. കുഞ്ഞിനെ അറിയാവുന്ന ഒരു പ്രായം, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായം. ആ പ്രായത്തിൽ ദൈവത്തിന്റെ പൈതലാണ് താൻ എന്നുള്ള ബോധം അവനിൽ ഉണ്ടാക്കി. നമ്മൾ ചെയ്യാറുണ്ടോ? മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസിന് കൊച്ചുമക്കളെ വഴക്ക് പറയാൻ പേടിയായി ഇപ്പം ഇന്നത്തെ കാലത്ത്. പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഗ്രാൻഡ് പേരൻസിനോട് ഞങ്ങൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എന്തെങ്കിലും പറയുമ്പോൾ പറയും, ഓ ടീച്ചർ അങ്ങ് പറ, ചിലപ്പം അവരെങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല, മക്കൾ ഇങ്ങനെ അവരെ വളർത്തുന്നേ എന്നൊക്കെ ചിലപ്പം പറയും. അപ്പൊ ഈ മാതാവ് ആ കിട്ടിയ അത്രയും സമയം ആ കുഞ്ഞിനെ താൻ ദൈവ പൈതലാണ്, താൻ ദൈവവിളി കേട്ട് താൻ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ട ആളാണ് എന്നുള്ള ബോധത്തെ അവന് ഉണ്ടാക്കി. നമുക്കും നമ്മോട് തന്നെ ചോദിക്കാം, നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ ലോക ഇമ്പങ്ങളിൽ മുഴുകാത്തവരും യേശു ക്രിസ്തുവിനെ മാതൃകയാക്കി അവനെ ഫോളോ ചെയ്യുന്നവരും ആണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? സാത്താന്റെ പ്രവർത്തനങ്ങളെ അതിജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയുമോ? ഈ സാത്താന്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴത്തെ പത്രമാധ്യമങ്ങളിൽ കാണുന്നത് 12 വയസ്സും 7 വയസ്സുള്ള കുഞ്ഞുങ്ങൾ സൂയിസൈഡ് ചെയ്തു, അവിടെ പോയി ഓരോരോ എവിടെയെങ്കിലൊക്കെ പെട്ടുപോകുന്നത് ഒക്കെ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതൊക്കെ സാത്താന്റെ പ്രവർത്തനം. ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തെ നൽകണം. അവന്റെ മാതൃകയായിരിക്കണം, നല്ല മാതൃകയുള്ളവരായിരിക്കണം നമ്മൾ. ശമൂവേൽ ബാലനെ പോലെ
വ്യക്തിപരമായ ഒരു ബന്ധം ദൈവവുമായിട്ട് നമ്മുടെ മക്കൾക്കുണ്ടോ? ദൈവത്തെ ശ്രവിക്കാനും ദൈവവിളിക്ക് മറുപടി നൽകാനും നമ്മുടെ മക്കൾക്ക് കഴിയുന്നുണ്ടോ? അവർക്കൊരു ഭാരവും പ്രയാസവും വരുമ്പോൾ നമ്മളോട് പറയാറുണ്ടോ, ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി അപ്പ അമ്മ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് നമ്മളോട് പറയാറുണ്ടോ? ആ വിശ്വാസം അവർക്കുണ്ടോ? എനിക്കത് ഉറച്ചു പറയാൻ കഴിയും. എന്റെ പുത്രൻ അവനത് വളരെ ഞങ്ങൾക്കുള്ളതിനേക്കാളും വിശ്വാസം അവനുണ്ട് എന്ന്. കാര്യം ഒരു അസുഖം വരുമ്പോ അമ്മ ഒന്ന് പ്രാർത്ഥിക്കാമോ, അത് മാറുമെന്ന് പറയും. ഞങ്ങൾ രണ്ടുപേരും കൈ വെച്ച് പ്രാർത്ഥിക്കും. അത് നമ്മളൊരു ശീലമാക്കണം. രാവിലെ കുഞ്ഞ് ഉണരുന്നതിന് മുമ്പ് 1 മിനിറ്റ്, ഞാൻ രാവിലെ അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് സ്കൂളിൽ പോകും, പക്ഷെ ഞാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ അവന്റെ സമയത്ത് അവൻ പ്രാർത്ഥിക്കും. കാര്യം ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമില്ല. വൈകുന്നേരം ഞങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ അവൻ കിടന്നതിന് ശേഷം പിന്നെയും പോയി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളുടെ വിശ്വാസം, അവരുടെ മാതൃക, അവരുടെ മുൻഗണനകൾ എന്തൊക്കെയാണ്? ആരാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ്. ഹന്നയും ഏലി പ്രവാചകനുമാണ് ശമൂവേൽ ഇതെല്ലാം പറഞ്ഞു കൊടുത്തത്. ഒരു മാതാപിതാവിന്റെ കയ്യിൽ മാത്രം ഒതുങ്ങിയില്ല, ഏലി പ്രവാചകനും കൂടെ, ഏലി പുരോഹിതനും കൂടെ അതിനെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ എല്ലാവരും ഉത്തരവാദികളാണ്. ദാവീദ് തന്റെ മകനായ സോളമനെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് വളർത്തിയത്. ദൈവത്തിന്റെ വിളിക്കായിട്ട് ഒരുക്കിയിരുന്നു. ദൈവത്തെ ആരാധിക്കുവാനും അനുസരിക്കുവാനും ശുശ്രൂഷിക്കുവാനും ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് ജീവിക്കുവാനും പഠിപ്പിച്ചിരുന്നത് കൊണ്ട് എല്ലാ ഇസ്രയേലിലെ രാജാക്കന്മാരെക്കാളും പരിജ്ഞാനത്താൽ സോളമനെ നിറച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും കുറവായി പോയെങ്കിൽ, എവിടെയെങ്കിലും താണു പോയെങ്കിൽ നമ്മൾ അതുപോലെ സമർപ്പിക്കാത്തത് കൊണ്ടാണെന്ന് എന്റെ വിശ്വാസം. ദാവീദിനെ പോലെയും ഹന്നയെ പോലെയും മാതാപിതാക്കളായി തീരാൻ നമുക്കും ദൈവസന്നിധിയിലിരിക്കാം. ഏലി പ്രവാചകൻ ശമൂവേൽ ബാലനോട് പറഞ്ഞത് പഠിപ്പിച്ചതുപോലെ, അടിയനിതാ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് നമ്മൾ ആരെങ്കിലും ഒന്ന് വിളിച്ചാല് കുഞ്ഞുങ്ങൾ എത്രാമത്തെ വിളിയിലാണ് വിളി കേൾക്കുന്നത്? ഇത് 3 പ്രാവശ്യം വിളിച്ചപ്പോൾ അവൻ അറിഞ്ഞില്ല ഇത് ആരാ വിളിച്ചെന്ന് ഏലി പ്രവാചകന്റെ അടുത്തോട്ട് പോയി. സാധാരണ അങ്ങനെ വിളിക്കുമായിരുന്നിരിക്കും വൈകുന്നേരങ്ങളിൽ രാത്രി കിടക്കുന്ന സമയത്ത്. അവൻ അറിഞ്ഞില്ല. 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യവും പോയി. അപ്പോഴാണ് ഏലി പ്രവാചകന് മനസ്സിലായത്, ഇത് ഞാനല്ലല്ലോ വിളിച്ചത്, ദൈവമാണ് വിളിച്ചത് അവനെ. അപ്പൊ ഇങ്ങനെ പറയണം എന്ന് അവനെ പറഞ്ഞ് പഠിപ്പിച്ചു. അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ സൺഡേ സ്കൂൾ ടീച്ചർമാർക്കും സഭയിലെ ഓരോ അംഗങ്ങൾക്കും കഴിയാൻ, ദൈവവിളി കേൾക്കാൻ, ദൈവവിളിയാണെന്ന് മനസ്സിലാക്കാൻ, ദൈവവിശ്വാസത്തോടെ താന്നിരിക്കാൻ, നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാൻ, നാം ഉള്ളിടത്തോളം കാലം ദൈവവിളി ദൈവവിളിക്കായി നമ്മുടെ മക്കളെയും നമ്മളെയും ഒരുക്കാൻ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. എൻ്റെ ഒരു കുഞ്ഞു സാക്ഷ്യം കൂടെ ഞാൻ ഇതിലൂടെ പറഞ്ഞോട്ടെ. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഒരു സഭയിൽ വന്നു. ഇത് വളരെ ഒരു കുഞ്ഞു സഭ, പക്ഷേ ഇവിടുത്തെ ഒരു ഐക്യം ഉണ്ടല്ലോ, അത് ഭയങ്കര ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ അത് ഫീൽ ചെയ്തായിരുന്നു. പ്രാർത്ഥനയും ഒക്കെ വളരെ. അപ്പൊ എനിക്ക് തോന്നി ഇവിടുത്തെ മക്കളെല്ലാം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. അവര് തുടർന്നും ദൈവസന്നിധിയിലും ദൈവവിളി കേട്ടും വളരുന്നവരായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഈ സൺഡേ സ്കൂൾ വർഷത്തിന്റെ ആദ്യ സമയത്ത് തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു, ദൈവമേ എനിക്ക് ദൈവസന്നിധിയിൽ നിൽക്കാൻ എന്നെ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പലപ്പോഴായിട്ട് എന്റെ പ്രാർത്ഥനയിൽ അത് വന്നുകൊണ്ടേയിരുന്നു. ഒരു തടസ്സവും ഉണ്ടാക്കല്ലേ കർത്താവേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിനിന്ന് എനിക്ക് ദൈവത്തോട് നന്ദിയുണ്ട്. ഇതിന് സാഹചര്യം തന്ന എല്ലാവരോടുള്ള നന്ദി ഞാൻ പറയുന്നു. എന്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 3 പേരാണ്. എനിക്ക് മൂത്തൊരു സഹോദരനും ഇളയൊരു സഹോദരിയുണ്ട്. ഞാൻ ഇന്ന് നവംബർ 2 നമുക്കിവിടെ ഇന്ന് ഇപ്പൊ ഡേ ആയി. എന്റെ സിസ്റ്റർ ഇന്ന് അവർക്ക് അവിടെ രാത്രിയായി. ഇപ്പം അവളും ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കാനായിട്ട് പള്ളിയിൽ നേതൃത്വം നൽകുന്നുണ്ട്. മാത്രമല്ല എന്റെ സഹോദരൻ ഒരു ശുശ്രൂഷകനും കൂടിയാണ്. അപ്പൊ ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് ഒരു മാതാപിതാക്കൾക്ക് വേണ്ടത്? അപ്പൊ ആ സന്തോഷം നമുക്ക് തുടർന്ന് കാണണമെങ്കിൽ ഞാനത് വളരെയധികം എന്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്താ പറയുന്നത്. ദൈവവിളി കേട്ട് ജീവിക്കാൻ തുടർന്നും ഞങ്ങളെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം ഒരുക്കി തന്ന, വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഇവിടെ സ്വീകരിച്ച ഈ സഭയിലെ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട്
ദൈവം നമ്മളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു.